എല്ലാവരും അറിഞ്ഞ പോലെ ആ സന്തോഷ വാർത്ത ഞാനും അറിഞ്ഞു. പക്ഷേ പ്രോപ്പറായിട്ടുള്ള തെളിവില്ലാത്തതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞുകൊണ്ട് വരാതിരുന്നത്. ആ സമയത്താണ് അനന്തബ്രോയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു സംഭവം കിട്ടിയത്. ബ്രോ താങ്ക്സ്. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. കട്ടപ്പ അല്ല, ശൈത്യനെ കട്ടപ്പ എന്ന് വിളിച്ചതിന്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു. എൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ, കുറച്ച് പേരും കൂടി ഉണ്ട്. അഫീന സുൽത്താൻ, സേ മീഡിയ, ലൈഫ് ഓഫ് അനന്തു, അതുൽസ് വ്ലോഗ്, സമ്മർ മീഡിയ, ഗോൾഡൻ ഡയറീസ്, സന്തോഷം, മുസ്താഫിൻ, സലീം ബിബി എക്സെട്ര. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഈ എക്സെട്രയിൽ ആരൊക്കെ പെടുന്ന അറിയില്ല. നിങ്ങൾ ഒരാളുടെ പേര് മറന്നുപോയ പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പറ്റി രാജേഷ് അണ്ണന്റെ പേര് ഇടാണ്ടിരുന്നത്? എക്സെട്രയിൽ പെടുത്തുമായിരിക്കില്ല, പക്ഷെ എക്സെട്രയിൽ പെടുത്തേണ്ട ആളല്ലായിരുന്നു കേട്ടോ. വിഷയം ശൈത്യയെ കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ്. അനുമോളുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ശൈത്യയെ കട്ടപ്പ എന്ന് അനുമോള് വിളിക്കുന്നത് 5ാമത്തെ ആഴ്ചയാണെന്ന്. അതായത് വൈൽഡ് കാർഡുകൾ കയറിയതിനു ശേഷം അങ്ങനെ 3ാമത്തെ ആഴ്ച മുതൽ നമ്മൾ റിവ്യൂവേഴ്സ് കട്ടപ്പ എന്ന് വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വിളിക്കാനുള്ള ഒരു കാരണം അതിന് മുമ്പായി തന്നെ ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇപ്പൊ നമുക്ക് കാണില്ല. അത് മുക്കിയതോ മുക്കിപ്പിച്ചതോ ആവാം, എന്തോ അതോടെ കാണുന്നില്ല. പോസ്റ്റ് ഇതായിരുന്നു കേട്ടോ: നിന്റെ പിന്നാലെ നടക്കാനല്ല, പിന്നിൽ നിന്നും കുത്താനാണ് എനിക്കിഷ്ടം. ഗെറ്റ് ദ കണ്ടസ്റ്റന്റ്. ആരാ? നമുക്കറിയോ. ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമന്റ് വന്നു കേട്ടോ. ഇന്നാളാണ്, ശൈത്യാണ്, അതാണ് ഇതാണെന്നൊക്കെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1076 ലൈക്ക് കിട്ടിയ ഒരു കമന്റ് ഉണ്ട്. അപ്പോ ആ കമന്റ് ഒരു 1.5 കമന്റ് ആയിരിക്കൂലേ. കമന്റ് ഇതായിരുന്നു: എന്റെ കൊച്ചാട്ട, അതെന്റെ മകൾ ശൈത്യ തന്നെ, കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമോജിയും പിന്നെ കുറച്ച് ഹാർട്ട് സിമ്പിളും ഒക്കെ ഇട്ടിരിക്കുക. കമന്റ് ഇട്ട ID ഷീന സന്തോഷ് 1. ഇതാണ് കേട്ടോ ID. ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, ആരാണ് പിന്നിൽ നിന്നും കുത്തുന്നതെന്ന്. അതിന് ഒരു കമന്റ് ആയിട്ട് സീന സന്തോഷ് ഇട്ടിരിക്കുകയാണ്: ഇത് എന്റെ മകൾ തന്നെ, കട്ടപ്പ ശൈത്യാന്ന്. അപ്പൊ ശൈത്യൻ ആരാണ് ആദ്യം കട്ടപ്പ എന്ന് വിളിച്ചത്? നമ്മളാണോ? നമുക്ക് മുമ്പ് ആരോ വിളിച്ചിട്ടുണ്ട് അല്ലേ? അതാരാ? ഈ സീന സന്തോഷ്. ആ സീന സന്തോഷ് ആരാന്നറിയണ്ടേ? ദാ നിൽക്കുന്നു, ശൈത്യയുടെ സ്വന്തം അമ്മ. അപ്പൊ സന്തോഷേട്ടനാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം വിളിച്ച ആളുടെ പേരല്ലേ ആദ്യം ചേർക്കേണ്ടത്. സീന സന്തോഷിന്റെ പേരും കൂടെ ഒന്ന് ചേർത്തേക്കണേ ആ കംപ്ലൈന്റിൽ. ശൈത്യ പുറത്തായി പോയതിനു ശേഷം ശൈത്യയുടെ പിന്നാലെ ആരും പോയിട്ടില്ല. ഒരു റിവ്യൂവേഴ്സും ശൈത്യക്കെതിരെ വീഡിയോ കട്ടപ്പ എന്ന് പറഞ്ഞിട്ടൊന്നും ഇട്ടിട്ടില്ല. റീ എൻട്രിക്ക് ശേഷം ശൈത്യ അവിടെ കാട്ടിക്കൂട്ടിയ ഓരോ കാര്യത്തിനാണ് കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശൈത്യ പറയുന്നുണ്ടായിരുന്നു: നിന്റെ PR-ഉം എന്റെ PR-ഉം ഒന്നാണ്. നിന്റെ PR ആണ് എന്നെ കട്ടപ്പ എന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതെന്ന്. അയാൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശൈത്യനെ കട്ടപ്പ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചത് ആരാ? ഈ ശൈത്യയുടെ അച്ഛനല്ലേ? അങ്ങനെ ആവില്ലേ? അപ്പൊ ശൈത്യയുടെ അച്ഛനും അമ്മയാണ് ആദ്യം കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ, വിളിച്ചിട്ട്. ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായി, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിയത് ബിഗ് ബോസിലേക്ക് ശൈത്യ വന്നതിന് ശേഷമാണ്. ഞാൻ അപ്പോഴാണ് കാണുന്നത് കേട്ടോ കുട്ടിയെ. ഒരു ചാനലിൽ ഒരു ഷോയിൽ വന്നിട്ട് അവർക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേനോൻ പോലുള്ള അത്രയും വലിയൊരു ആളുടെ കയ്യിൽ നിന്ന് ട്രോഫിയൊക്കെ നിരസിക്കുക. കിട്ടിയത് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മകളും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ്, അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരെയും അപമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. നമുക്ക് കിട്ടുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. അത് അക്സെപ്റ്റ് ചെയ്യുക, അതവിടെ ഇരിക്കട്ടെ. ഒരു കലാകാരി ആക്കാനായിരിക്കും ശൈത്യയുടെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇല്ലാത്ത പൈസ എന്നൊക്കെ അവർ പറയുന്നു. എന്തോ ആയിക്കോട്ടെ, മുടക്കിയിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ആ ഒരു ഷോയിൽ പങ്കെടുപ്പിച്ചത്. അത് കിട്ടാണ്ടായപ്പോൾ ഇറങ്ങിപ്പോയതെന്ന് പറയുന്നു. അതേപോലെ തന്നെ പൈസ മുടക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഒരു കലാകാരി ആക്കാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അത് നടക്കാണ്ടായപ്പോൾ അത് അവസാന വാതിൽ എന്ന് പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് വാതിൽ തുറന്നു. ബിഗ് ബോസിന്റെ വീടിനകത്തേക്ക് കയറി. അതായത് മറ്റേ ഷോയിലേക്ക് ഉണ്ടായതിനേക്കാൾ നെഗറ്റീവായിട്ട് ബിഗ് ബോസിൽ നിന്നും ഔട്ടായി. അത് ഒന്നേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു റിയാലിറ്റി ഷോ. അവിടെ നമ്മൾ പഠിപ്പിച്ചു വിട്ടതോ അല്ലെങ്കിൽ പഠിച്ചു പോയോ അഭിനയം അവിടെ നടക്കില്ല. അവിടെ നമ്മൾ അഭിനയിച്ചു പോയി നിൽക്കാന്ന് വിചാരിച്ചാലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അത് വിട്ടുപോകും, അഭിനയം മറന്നു പോകും, നമ്മൾ ജീവിച്ചു പോകും, നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അത് പുറത്ത് വന്നില്ലെങ്കിൽ പുറത്തെടുപ്പിക്കും ബിഗ് ബോസ്. അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ അതെടുത്ത് പുറത്തിടും, പ്രേക്ഷകർ പുറത്തിടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രേക്ഷകർ പുറത്തിടും. അഭിനയിക്കാതെ റിയൽ ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ 100 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഈ 100 ദിവസം നിന്നിട്ട് റിയൽ ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കപ്പ് കിട്ടുള്ളൂ. അതാരാണെന്ന് ഇന്ന് വൈകുന്നേരം നമുക്കറിയാം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ശൈത്യ പുറത്തായി, നെഗറ്റീവോട് കൂടിയിട്ട് ശൈത്യ പുറത്തായി. ശൈത്യയുടെ അമ്മ തന്നെ ശൈത്യനെ അത് കട്ടപ്പ എന്നൊക്കെ വിളിച്ച് ഇൻസൾട്ട് ചെയ്തു. പ്രേക്ഷകർ ഏറ്റെടുത്തു, പുറത്തായി. അതിനുശേഷമാണ് റീ എൻട്രി വരുന്നത്. മുമ്പത്തേനേക്കാൾ നെഗറ്റീവായിട്ട്
വീണ്ടും ശൈത്യ പുറത്തുപോയി. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതിയാണ് നമുക്കൊക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ശൈത്യ തന്നെയായിരിക്കുമല്ലോ ഈ കേസും വാദിക്കുന്നത്. കലാകാരിയാക്കാൻ കൊണ്ടുപോയിട്ട് അതിന്റെ ഫുള്ള് നെഗറ്റീവ് മൊത്തം വാങ്ങിച്ചു കൊടുത്ത് അത് അങ്ങനെയായി. അത് കഴിഞ്ഞിട്ടാണ് 6-ാം തീയതി ഞങ്ങൾക്കൊക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്വക്കേറ്റായ ശൈത്യ തന്നെയായിരിക്കുമല്ലോ കേസ് വാദിക്കുന്നത്. അപ്പൊ കേസ് വാദിക്കുമ്പോൾ വാദി പ്രതിയായ പോലെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ആകും ഇത്. ഇപ്പോ ഞങ്ങൾ കട്ടപ്പ എന്ന് വിളിച്ചതിന്റെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം കട്ടപ്പ എന്ന് വിളിച്ചിരിക്കുന്നത് ഈ കേസ് കൊടുത്ത ശൈത്യയുടെ അമ്മ തന്നെയാണ് ആദ്യം വിളിച്ചിരിക്കുന്നത്. അതിന് വിളിക്കാൻ വേണ്ടി PR പൈസ കൊടുത്തേൽപ്പിച്ചതും ഈ ശൈത്യയുടെ അച്ഛൻ തന്നെയാണ്. അപ്പോ വാദി പ്രതിയാവില്ലേ? തെളിവ് സഹിതം വന്നിട്ടുണ്ട്. വാദിക്കുമ്പോൾ സീന സന്തോഷാണല്ലോ ആദ്യം കട്ടപ്പാന്ന് വിളിച്ചത്. മാത്രമല്ല PR പൈസ കൊടുത്തിട്ട് അവര് കട്ടപ്പാന്ന് വിളിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ആ PR തന്നെ എന്നെ കട്ടപ്പാന്ന് വിളിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പൊ പൈസ കൊടുത്ത് കട്ടപ്പാന്ന് വിളിപ്പിച്ച പോലെ ആയില്ല. വാദിക്കുമ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്യേണ്ടി വരുമല്ലോ. ഈ സീന സന്തോഷിന്റെ ഐഡിയയിലുള്ള ആളെയും അതുപോലെ പൈസ കൊടുത്ത് PR കൊടുത്ത ആളെയും കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതൊക്കെ ആ വഴിക്ക് പോട്ടെ. എന്നാൽ ഇന്ന് ഫിനാലെയാണ്. ഇന്ന് വൈകുന്നേരം ഇപ്പൊ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഇന്ന് വൈകുന്നേരം അറിയാം ചരിത്രം ആരുടെ പേരിൽ എഴുതപ്പെടും എന്നുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം അർഹതപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ കപ്പ് കിട്ടും എന്നുള്ളത്. ഇന്നലെ രാത്രി 12 മണിയോട് കൂടി തന്നെ വോട്ട് അവസാനിച്ചിട്ടുണ്ട്. ആരായിരിക്കും എന്തായിരിക്കും നമുക്കെല്ലാം ഇന്ന് വൈകുന്നേരം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അതിന്റെ അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം.